കുവൈറ്റിലും ദുബായിലും ഡ്രൈവർ, ഹോം നഴ്സ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡെലിവറി ബോയ് തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അൽഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഫോൺ 8589 995111, 9188 113138, 9188 113139, 8089 403969. നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. പാമ്പാടി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിനായി തെരച്ചിൽ തുടരുന്നു. യുവാവിനായി തെരച്ചിൽ നടത്തുന്നത് സ്കൂബ ടീമും പോലീസും അഗ്നിരക്ഷാസേനയും. പുഴയിലേക്ക് ചാടിയത് ഒലവക്കോട് സ്വദേശി നാസറാണെന്ന് തിരിച്ചറിഞ്ഞതായി ബന്ധുക്കൾ. വാളയാറിൽ ട്രെയിനിൽ നിന്നും തെറിച്ചു വീണു മരിച്ച യുവാവിനെ തിരിച്ചറിഞ്ഞു. മരിച്ചത് ശ്രീകൃഷ്ണപുരം സ്വദേശി കൃഷ്ണചന്ദ്രൻ. ഒറ്റപ്പാലത്ത് നഗരസഭ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നഗരത്തിലെ 3 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത്. ഹോട്ടലുകൾക്കെതിരെ പിഴ ചുമത്തി ആരോഗ്യവകുപ്പ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് ഷൊർണൂർ PWD വകുപ്പ്. മഴ വരുമ്പോൾ ഒലിച്ചുപോകുന്ന റോഡിൽ രൂപപ്പെട്ട ഗർത്തങ്ങളിൽ കോറി വേസ്റ്റ് ഇട്ട് മൂടുന്നത് വകുപ്പിന്റെ തമാശ. സാഹസിക യാത്ര നടത്തി ഇരുചക്ര വാഹനക്കാർ. സീബ്ര ലൈൻ പോലും ഇല്ലാത്തതിനാൽ റോഡ് മറികടക്കാൻ പെടാപ്പാടുപെടുകയാണ് THSലെ വിദ്യാർത്ഥികൾ. ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന മട്ടിൽ പൊതുമരാമത്ത് വകുപ്പ്. മഴക്കാല ദുരിതങ്ങൾ തുടരുന്നു. നെല്ലറയായ കോട്ടായിൽ നെൽകൃഷി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. മരം പൊട്ടി വീണ വീട് തകർന്നു. വൈദ്യുതി ലൈനിലേക്ക് മുളംകൂട്ടം വീണത് അപകട ഭീഷണിയായി. വാണിയംകുളത്തെ കൾവർട്ടിൽ വൻഗർത്തം. വാർത്തകൾ വിശദമായി. ലക്കിടി പാമ്പാടി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിനായി തിരച്ചിൽ തുടരുകയാണ്. ബുധനാഴ്ച കാലത്ത് ഇരുചക്ര വാഹനത്തിൽ എത്തിയ യുവാവ് വാഹനം പാലത്തിൽ നിർത്തിയ ശേഷം പുഴയിലേക്ക് ചാടുകയായിരുന്നു. പുഴയിൽ ചാടിയത് ഒലവക്കോട് സ്വദേശി 40 വയസ്സുള്ള നാസറാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. പാലത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം നാസറിൻ്റേതു തന്നെയെന്ന് ബന്ധുക്കൾ പറയുന്നു. ബുധനാഴ്ച രാവിലെ പാലത്തിന് മുകളിൽ സ്കൂട്ടറും മഴക്കോട്ടും ചെരുപ്പും കണ്ടതിനെ തുടർന്നാണ് സംശയം ഉടലെടുത്തത്. പാലത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടർ നാസറിൻ്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. പഴയന്നൂർ പോലീസ് ബുധനാഴ്ച രാവിലെ 7:30 സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് ഒറ്റപ്പാലം പോലീസും സ്ഥലത്തെത്തി. 8:30 ആലത്തൂരിൽ നിന്ന് അഗ്നിശമന സേനയെത്തി തടയണയിൽ തിരഞ്ഞെങ്കിലും ആളെ കണ്ടെത്താനായില്ല. തുടർന്ന് തടയണയുടെ താഴോട്ട് തിരച്ചിൽ ആരംഭിച്ചു. ഷൊർണൂർ അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. ഒലവക്കോട് പഴയ കോഴിക്കോട് റോഡിന് സമീപത്താണ് നാസർ താമസിക്കുന്നത്. അടുത്തകാലം വരെ ഒറ്റപ്പാലത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് വിവരം. അബൂബക്കറാണ് നാസറിൻ്റെ പിതാവ്. അമ്മ ഖദീജ, ഭാര്യ ഹബീബ, മക്കൾ സന, സയാൻ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാളയാറിൽ ട്രെയിനിൽ നിന്നും വീണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ കിഴക്കേ പുഷ്പത്ത് 35 വയസ്സുള്ള കൃഷ്ണചന്ദ്രനാണ് മരിച്ചത്. ഉണ്ണി നമ്പീശിൻ്റെയും രത്നത്തിൻ്റെയും മകനാണ്. ബുധനാഴ്ച പുലർച്ചെ 1:30 വാളയാർ ചന്ദ്രാപുരത്ത് വെച്ചാണ് അപകടമുണ്ടാകുന്നത്. വാളയാർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഒറ്റപ്പാലത്ത് നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നഗരത്തിലെ 3 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. ഹോട്ടലുകൾക്കെതിരെ ആരോഗ്യവകുപ്പ് പിഴ ചുമത്തി. ബുധനാഴ്ച ഒറ്റപ്പാലം നഗരസഭയിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിലാണ് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത്. അൽഫാം ചിക്കൻ, മയോണൈസ്, ബിരിയാണി റൈസ്, ന്യൂഡിൽസ്, വേവിച്ച ശേഷം ഫ്രീസറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ചിക്കൻ, ബീഫ് തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. നിത്യേന 100 കണക്കിന് ആളുകൾ ഫാസ്റ്റ് ഫുഡുകൾക്കായി ആശ്രയിക്കുന്ന ന്യൂ നൂറ, സഫറോൺ മന്തി, ടീ സ്പോട്ട് എന്നീ സ്ഥാപനങ്ങൾക്ക് പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകി. 10,000, 8,000, 2,000 എന്നിങ്ങനെ പിഴയടയ്ക്കാനാണ് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കൽ തുടരുകയാണ് ഷൊർണൂർ PWD വകുപ്പ്. കുളപ്പുള്ളി ഷൊർണൂർ റോഡ് തകർച്ചയിൽ തന്നെ. മഴ വരുമ്പോൾ ഒലിച്ചു പോകുന്ന റോഡിൽ വെയിൽ വരുമ്പോൾ ക്വാറി വേസ്റ്റ് ഇട്ട് മൂടുന്നത് വകുപ്പിന്റെ തമാശ. സാഹസിക യാത്ര നടത്തി ഇരുചക്ര വാഹനക്കാർ. സീബ്ര ലൈൻ ഇല്ലാത്തതിനാൽ THSലെ വിദ്യാർത്ഥികൾ റോഡ് മുറിച്ച് കടക്കാൻ പെടാപ്പാടുപെടുകയാണ്. ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന മട്ടിലാണ് പൊതുമരാമത്ത് വകുപ്പ്. മഴക്കാലം തുടങ്ങിയതിനു ശേഷം പാതയിലെ വിവിധ ഭാഗങ്ങളിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരുന്നു. മഴയ്ക്ക് ശേഷം വരുന്ന വെയിലുള്ള സമയങ്ങളിൽ PWD അധികൃതർ ഒരു ടിപ്പറിൽ കുറച്ച് ക്വാറി വേസ്റ്റുമായി ഗർത്തങ്ങൾ അടയ്ക്കാൻ തൊഴിലാളികളെ അയക്കും.
ഗർത്തങ്ങൾ അടച്ച ശേഷം പെയ്യുന്ന മഴയിൽ മണിക്കൂറുകൾക്കകം ക്വാറി വേസ്റ്റ് കുത്തിയൊലിച്ചു പോകും. വിവിധ രീതിയിലുള്ള സമരങ്ങൾ ചെയ്തിട്ടും യാതൊരു അനക്കവുമില്ലാത്ത അധികാരികളാണ് ഷൊർണൂർ PWD ഓഫീസിലുള്ളത്. ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ഗർത്തങ്ങളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. കുറേ അപകടങ്ങൾ ബൈക്ക് യാത്രക്കാർക്ക് ചെറുവണ്ടിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ. ഓരോ കുട്ടിപ്പോൾ കുറച്ചു മുന്നേ ഈ മഴ മുന്നേ ചെയ്യാണ്ട് കുറച്ചുകൂടെ നിന്നേനെ. ഇതിപ്പോൾ മഴ തുടങ്ങിയപ്പോഴാണ് ഈ മറ്റിട്ടത്. അവസ്ഥ കാണാമല്ലോ, ഓരോ വണ്ടി പോകുമ്പോൾ വലിയ വണ്ടിക്കാർ ചവിട്ടി പോകും. അപ്പോൾ ചെറുവണ്ടിക്കാർക്കാണെങ്കിൽ കല്ലടിക്കലും ഇതൊക്കെ ഗ്ലാസ് പിടിച്ച് കെട്ടലും ഒക്കെ സാധാരണ. നിരവധി കുട്ടികൾ പഠിക്കുന്ന ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിൽ ഇവിടെ ഒരു സീബ്ര ലൈൻ പോലുമില്ലാത്തതും അധ്യാപകർക്കും കുട്ടികൾക്കും റോഡിന് മറുവശത്തെത്താൻ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു. ഇതിനൊക്കെ പുറമെ മത്സരയോട്ടത്തിനായി ചീറിപ്പായുന്ന ബസ്സുകൾ, നിരത്തുകളിൽ നിരപരാധികളായ ജീവനുകൾ പൊലിയുന്നത് കണ്ട് നിൽക്കുക എന്നല്ലാതെ അധികാരികൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതു സംബന്ധിച്ച് മുൻപും STV ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഴക്കാല ദുരിതങ്ങൾ തുടരുകയാണ്. കാർഷിക മേഖലയായ കോട്ടായിൽ നെൽകൃഷി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. കോട്ടായി 5-ാം വാർഡിൽ കുന്നത്തെ ശാന്തകുമാരി അമ്മയുടെ വീടിന് മുകളിൽ മരം പൊട്ടി വീണു. ഇവർ ഒറ്റയ്ക്കാണ് താമസം. വീട് തകർന്നതോടെ താമസം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 4-ാം വാർഡിൽ കിഴക്കേ കൊല്ലംകോട്ടുകുളം ഭാഗത്തെ മുളംകൂട്ടം വൈദ്യുതി ലൈനിന് മുകളിൽ വീണ് കിടക്കുന്നത് വൈദ്യുതി തടസ്സത്തിനും അപകട ഭീഷണിയും ഉയർത്തുന്നു. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂർ പാടത്തിന് സമീപം കൽവർട്ടറിൽ ഗർത്തം രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഗർത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനിയും ഗർത്തത്തിന്റെ വലിപ്പം വർദ്ധിക്കാനാണ് സാധ്യത. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിൽ ഗർത്തം വന്നതിനാൽ വാണിയംകുളം മുതൽ മാമ്പറ്റപ്പടി വരെ ഭാരമേറിയ വാഹനയാത്ര നിരോധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സാമൂഹ്യ സേവന രംഗത്ത് സഹകരണ ബാങ്കുകളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണെന്ന് A. പ്രഭാകരൻ MLA. മുണ്ടൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. മാധ്യമങ്ങൾ എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനൊക്കെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചില രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ വിടുവഴി ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുന്നതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പൂർണ്ണമായി ഇവിടെ ആരും അത് ഉദ്ഘോഷിക്കുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കുറ്റങ്ങൾ മാത്രം ഇപ്പോൾ ഒരു റോഡിൽ കുറച്ച് 1000 കുഴികളുണ്ടായതിൽ 999 അടച്ചു വയ്ക്കുക, ഒരു കുഴി ബാക്കിയില്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ടാണ് പിണറായി സർക്കാർ ഇങ്ങനെ ഒരു നമ്മളാരും നിയന്ത്രിക്കാത്ത ഒന്നാണ് കാലാവസ്ഥ. ബാങ്ക് പ്രസിഡന്റ് P. കൃഷ്ണദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബാങ്കിന്റെ പരിധിയിലെ SSLC+2 വിജയികളെയും A+ നേടിയവരെയും ഉപഹാരവും ക്യാഷ് പ്രൈസും നൽകി MLA ആദരിച്ചു. ബാങ്ക് പരിധിയിലെ മുഴുവൻ അംഗനവാടി കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണം, പഠനോപകരണ വിതരണം എന്നിവയും നടന്നു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OB പ്രിയ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നാരായണൻകുട്ടി, ബേബി ഗണേഷ്, മോഴിക്കുന്നം ക്ഷീരസംഘം പ്രസിഡന്റ് OC ശിവൻ, M. കാസിം മാസ്റ്റർ, P. രഘുനാഥ്, ബാങ്ക് സെക്രട്ടറി A. ജിജുമോൻ, ഗീത സതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഓണക്കനി നിറപ്പൊലിമ സംഘകൃഷി കോതയൂരിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചില ഘട്ടങ്ങളിൽ വരാനുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് അതിൻ്റെ വിപണനമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്തവണ നമുക്ക് പരമാവധി നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഉണ്ടാക്കുന്ന പച്ചക്കറി വിപണനത്തിനുള്ളൊരു സംവിധാനം കൂടി നമുക്ക് ഒരുക്കാം എന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാലവർഷം വല്ലാതെ പെയ്യുന്നുണ്ട്. എന്തായാലും പച്ചക്കറിക്ക് അത്ര അനുകൂലമല്ല ഈ കാലവർഷം. കഴിഞ്ഞ തവണ നമ്മൾ ഈ കോതയൂരിനെയാണ് ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ വേനൽ മധുരം പദ്ധതി നടപ്പാക്കിയത്. വളമൊക്കെ നന്നായി ഇറക്കിയവർ നല്ലോണം കഷ്ടപ്പെട്ടു. നല്ല നിലയിലുള്ള വളവും ഉണ്ടായി. പക്ഷെ അപ്പോഴേക്ക് ഇത്തവണ കാലം തെറ്റി വന്ന കാലവർഷം ആ കർഷകർക്ക് വലിയ സാമ്പത്തിക ലാഭം അല്ല ഉണ്ടായത്. അവർ പണിയെടുത്തതിനുള്ള ലാഭം ഉണ്ടായില്ല. പരിശോധിച്ചാൽ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കൃഷി ഓഫീസർ സായി പാർവതി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ VK ജയശ്രീ, സുജിത് P. രാജ്, VP ജയപ്രകാശ്, ADS TP പ്രസീത എന്നിവർ സംസാരിച്ചു. 3 ഏക്കർ സ്ഥലത്താണ് കൃഷി. കോതയൂർ മേഘ ജയൽജിയുടെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കുന്നത്.
വാഴ, വെണ്ട, പയർ, മത്തൻ, കുമ്പളം തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ട്. ഓണത്തിന് മുന്നേ വിളവെടുപ്പ് നടത്താനാകുന്ന വിധത്തിലാണ് കൃഷി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. CPIM ജില്ലാ സെക്രട്ടറിയും MLAയുമായിരുന്ന PP കൃഷ്ണനെ CPIM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ തൊഴിലാളിയായ ജീവിതം ആരംഭിച്ചു. തൊഴിലാളികളുടെ ഗൗരവമറിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. വർഗപ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകണം എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് PP കീഴൂരിൻ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതും നേതാവുമാണ്. തുടർന്ന് ഭരണവർഗത്തോട് നിന്നുള്ള മുഖാമുഖ ഏറ്റുമുട്ടലിൽ ത്യാഗനിർഭരമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹത്തിന് വഹിക്കേണ്ടത്. CPIM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M. സുരേന്ദ്രൻ, MK ജയപ്രകാശ്, P. സിന്ധു, ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പാമ്പാടി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിനായി തെരച്ചിൽ തുടരുന്നു. യുവാവിനായി തെരച്ചിൽ നടത്തുന്നത് സ്കൂബ ടീമും പോലീസും അഗ്നിരക്ഷാസേനയും. പുഴയിലേക്ക് ചാടിയത് ഒലവക്കോട് സ്വദേശി നാസറാണെന്ന് തിരിച്ചറിഞ്ഞതായി ബന്ധുക്കൾ. വാളയാറിൽ ട്രെയിനിൽ നിന്നും തെറിച്ചു വീണു മരിച്ച യുവാവിനെ തിരിച്ചറിഞ്ഞു. മരിച്ചത് ശ്രീകൃഷ്ണപുരം സ്വദേശി കൃഷ്ണചന്ദ്രൻ. ഒറ്റപ്പാലത്ത് നഗരസഭ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നഗരത്തിലെ 3 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത്. ഹോട്ടലുകൾക്കെതിരെ പിഴ ചുമത്തി ആരോഗ്യവകുപ്പ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് ഷൊർണൂർ PWD വകുപ്പ്. മഴ വരുമ്പോൾ ഒലിച്ചുപോകുന്ന റോഡിൽ രൂപപ്പെട്ട ഗർത്തങ്ങളിൽ കോറി വേസ്റ്റ് ഇട്ട് മൂടുന്നത് വകുപ്പിന്റെ തമാശ. സാഹസിക യാത്ര നടത്തി ഇരുചക്ര വാഹനക്കാർ. സീബ്ര ലൈൻ പോലും ഇല്ലാത്തതിനാൽ റോഡ് മറികടക്കാൻ പെടാപ്പാടുപെടുകയാണ് THSലെ വിദ്യാർത്ഥികൾ. ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന മട്ടിൽ പൊതുമരാമത്ത് വകുപ്പ്. മഴക്കാല ദുരിതങ്ങൾ തുടരുന്നു. നെല്ലറയായ കോട്ടായിൽ നെൽകൃഷി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. മരം പൊട്ടി വീണ വീട് തകർന്നു. വൈദ്യുതി ലൈനിലേക്ക് മുളംകൂട്ടം വീണത് അപകട ഭീഷണിയായി. വാണിയംകുളത്തെ കൾവർട്ടിൽ വൻ ഗർത്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.